ഹായ് ഹലോ രേഷ്മയാണേ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ഡീപ്പ് ക്ലീനിങ് വീഡിയോ ആണ്. ഈ ക്ലീനിങ് ഉള്ള ദിവസങ്ങളിൽ ഞാൻ പുറം പണിയും പിന്നെ പാചകവും ഒക്കെ കഴിഞ്ഞ് എല്ലാം ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ്ങിലോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് മറ്റു പണിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് രാവിലെ കറികളെല്ലാം വെച്ച് മുറ്റം തൂത്ത് തുണി അലക്കിന് ശേഷമാണ് ഞാൻ ക്ലീനിങ് പരിപാടിയിലേക്ക് പോയത്. അപ്പോൾ നമുക്കിന്ന് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം മീൻ കറി വെച്ച് അവിയലൊക്കെ വെച്ച് മെഴുക്കുവരട്ടിയെല്ലാം വെച്ച് അങ്ങനെ ആ ജോലിയെല്ലാം ഒതുക്കി അതിന് ശേഷമാണ് ഞാൻ ക്ലീനിങ് ചെയ്തത്. അപ്പം ഞാൻ ആദ്യം ക്ലീനിങ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ സിറ്റ് ഔട്ടിൽ നിന്നാണ്. അതായത് സിറ്റ് ഔട്ടെല്ലാം തൂത്ത് അതിന് ശേഷം നമ്മുടെ സ്വിച്ച് ബോർഡെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. നമുക്ക് പെയിൻറ്റ് അടിച്ചിട്ടില്ല, നമ്മൾ വൈറ്റ് വാഷ് മാത്രമാണ് അടിച്ചിട്ടുള്ളത്. സ്വിച്ച് ബോർഡൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പോകുന്നത് ഈ മാസത്തിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ മാത്രമാണ്. അല്ലാത്തപ്പോഴൊന്നും അങ്ങനെ നമ്മൾ ഇത്ര ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യത്തില്ല. പിന്നെ നമ്മൾ ജനലൊക്കെ പുറത്തുനിന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചിലന്തി വല മാത്രം നമ്മൾ തൂക്കുന്ന സമയങ്ങളിലെല്ലാം നമ്മുടെ ചിലന്തി വല അടിച്ചടിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയങ്ങളിൽ പ്രത്യേകിച്ച് ഇങ്ങനെ പൊടി അടിച്ച് കളയാൻ വേണ്ടി ഒരു പ്രത്യേക സമയം കണ്ടെത്തേണ്ട കാര്യമൊന്നുമില്ല. അതാവുന്ന അങ്ങനെ ചെയ്യും. പിന്നെ നമ്മൾ അടുത്തത് സിറ്റ് ഔട്ടിലെ പണിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഹാളിൽ കയറി ഹാളിലെ സ്വിച്ച് ബോർഡെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ നമ്മുടെ സിറ്റ് ഔട്ട് ഇവിടെ നമ്മുടെ എന്തോ പറയുന്നത് ഈ കുഷ്യൻസ്, അതായത് സിറ്റിയിലെ കുഷ്യനെല്ലാം ഒന്ന് മാറ്റി നമ്മുടെ സിറ്റിയൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ആദ്യം തുടച്ചിട്ടിട്ടാണ് പിന്നീട് ഞാൻ ജനലെല്ലാം ക്ലീൻ ചെയ്യുന്നത്. അപ്പം ഇത് തുടച്ചിട്ടിട്ട് ഇത് കിടന്നങ്ങ് ഉണങ്ങുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനിടയ്ക്ക് ഈ സിറ്റിയും കസാരയും നമ്മുടെ ദിവാങ്കോട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ടേ. ജനലിൻ്റെ പൊടിയെല്ലാം തട്ടിയതിന് ശേഷം ഗ്ലാസ് കൂടി ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ദിവാങ്കോട്ട കിടന്ന ആ തുണിയും കുഷ്യനും എല്ലാം അങ്ങ് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ പൊടിയൊന്നും അതിൽ വീഴത്തില്ലല്ലോ. പിന്നെ ഫ്ലവർ വൈസിലെ പൊടിയും കൂടെ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മയിൽപ്പീലി ഉണ്ടല്ലോ, ഇത് നമ്മുടെ മുറ്റത്ത് കിടന്ന് നമുക്ക് കിട്ടിയതാണ്. അപ്പം ഞാൻ വെറുതെ എടുത്ത് അതിനകത്ത് വെച്ചെന്നേ ഉള്ളൂ. ഞാനിങ്ങനെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഈ നമ്മുടെ എന്ന് ഒരുപാട് പ്രാവശ്യം കയറി വരുന്നുണ്ട്. അപ്പോൾ ആവർത്തന വിരസത തോന്നരുത്. ഇത് നോർമലി എനിക്കിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ ഇതിങ്ങനെ വരുന്നതാണേ. അതിങ്ങനെ നമ്മുടെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ എന്ന് പറയുന്നതാണ്. പിന്നെ എൻ്റെ കസാര, എൻ്റെ മേശ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണേ. അപ്പോൾ ഒന്നും തോന്നരുത്. അതൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുവരാം. ഫോട്ടോയിലെ പൊടിയൊക്കെ ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഉണങ്ങിയ തുണി കൊണ്ടാണ് അത് തുടച്ച് കൊടുത്തത്. അപ്പോൾ അങ്ങനെ ആ ഭാഗമെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ട് ഓരോ ഭാഗം തുടച്ചിട്ട് അത് എല്ലാം തിരിച്ച് അവിടെ തന്നെ വെച്ച് അത് അടുക്കി തന്നെയാണ് ഞാൻ പോകുന്നത്. അല്ല പിന്നെ അങ്ങനെ കിടക്കും, എല്ലാം ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എനിക്കിങ്ങനെ എല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടിട്ട് പിന്നെ ക്ലീൻ ചെയ്തിട്ട് പിന്നെ അതെല്ലാം കൂടെ ഒന്നിച്ച് പറക്കി വെക്കാൻ പറ്റില്ല. ഒരു ഭാഗം ക്ലീൻ ചെയ്തിട്ട് അത് തിരിച്ച് അതേ സ്ഥാനത്ത് തന്നെ വെച്ചിട്ടേ എനിക്ക് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരിക്കും, എവിടെ തുടങ്ങണം, പിന്നെ ഒരു അന്താളിപ്പായിരിക്കും. അതുകൊണ്ട് ഞാൻ ഓരോ ഭാഗവും അങ്ങനെ ചെയ്ത് തിരിച്ച് വെച്ചതിന് ശേഷം മാത്രമാണ് അടുത്ത ഭാഗത്തോട്ട് പോകുന്നത്. ഇവിടെ പിന്നെ ഇങ്ങനെ തൂത്ത് തുടച്ച് ഇങ്ങനെ വെച്ചാൽ എല്ലാം ഇങ്ങനെ തന്നെ ഇരുന്നോളും. അങ്ങനെ തീരെ ചെറിയ മക്കളൊന്നുമില്ലല്ലോ, മോള് അങ്ങനെ വലിച്ചു വാരി ഇടത്തൊന്നുമില്ല. പിന്നെ തീരെ പൊടിയും അല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ, അതായത് അടുക്കി വെക്കുന്ന കാര്യങ്ങൾ അടുക്കി തന്നെ ഇരുന്നോളും. പിന്നെ തീരെ ചെറിയ മക്കളുള്ളടുത്ത് സാധനമെല്ലാം വെച്ചെടുത്തിരിക്കണം, അങ്ങനൊന്നും നമ്മൾ നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ലല്ലോ. പിന്നെ പൊതുവേ എനിക്ക് ക്ലീൻ ചെയ്യുമ്പോൾ പേടിയുള്ള ഏരിയ ഈ നമ്മുടെ TV ഇരിക്കുന്നിടത്ത്. അവിടെ ഈ വയറൊക്കെ ഇങ്ങനെ ഒരുപാട് കിടക്കുന്നത് കൊണ്ടേ പിന്നെ ഒരു ശകലം നനഞ്ഞ തുണി വെച്ചാണ് ഞാൻ ആ സ്വിച്ച് ബോർഡൊക്കെ ക്ലീൻ ചെയ്യുന്നത് തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടിയുണ്ട്. അവിടെ എനിക്ക് ക്ലീൻ ചെയ്യുന്നതും ഇഷ്ടമല്ല, വയറിങ്ങനെ കിടക്കുന്നത് കൊണ്ട്. 100 വയർ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരുപാട് വയർ കിടക്കുന്നത് കൊണ്ട് ക്ലീൻ ചെയ്യാൻ എനിക്കങ്ങ് ബുദ്ധിമുട്ടാണ് അവിടെ. അങ്ങനെ എല്ലായിടത്തും പൊടി തട്ടൽ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവിടെ നിന്ന് തൂക്കുന്നുണ്ട്. തൂത്ത് അവിടെ ഇങ്ങനെ തുടച്ച് ഹാളിലെ പരിപാടികളൊക്കെ ഏകദേശം ഒന്ന് തീർക്കുന്നുണ്ട്.
അതിനുശേഷം നമ്മുടെ ബെഡ്റൂമിലോട്ടാണ് പോകുന്നത്. ബെഡ്റൂമിലാണെങ്കിൽ ആദ്യം ബെഡിൽ ഒരു പഴയ തുണി വിരിച്ചതിന് ശേഷമാണ് എല്ലാ പൊടിയെല്ലാം പിന്നെ തട്ടുന്നത്. അപ്പം ഈ തുമ്മലൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ അല്ല നമ്മുടെ ബെഡിലെല്ലാം പൊടി വീണ് കിടക്കത്തില്ലയോ, പിന്നെ അത് അപ്പോൾ പിന്നെ ബെഡ്ഷീറ്റും കൊണ്ട് ക്ലീൻ ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്കൂടെ പഴയ കഴുകാനുള്ളൊരു ബെഡ്ഷീറ്റ് ഇട്ടതിന് ശേഷമാണ് ഞാൻ ബാക്കി ക്ലീനിങ് ഒക്കെ തുടങ്ങിയത്. ഫാനും സ്വിച്ച് ബോർഡും കബോർഡും വാർഡ്രോബും ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് മുറിക്കകം എല്ലാം തുടച്ച് അവിടെയും ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ടേ. വീഡിയോയിൽ കണ്ടപ്പം 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ്, ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോടാ ഈ പണി കഴിഞ്ഞപ്പം വൈകുന്നേരമായി, ഒരു സമയമായി. പെട്ടെന്ന് ഇങ്ങനെ തുടച്ച് ഇങ്ങനെ സത്യത്തിൽ ഇങ്ങനെ അങ്ങ് പറ്റുമായിരുന്നെങ്കിൽ ഒരു യന്ത്രം പോലെ ചടപടേന്ന് ഇങ്ങനെ പണിയൊക്കെ തീരുമായിരുന്നെങ്കിൽ എന്ത് സുഖമായിരുന്നു. ആഹാ അല്ലയോ. അപ്പോഴേ ഇങ്ങനെയുള്ള ക്ലീനിങ് വീഡിയോകളും കുക്കിംഗ് വീഡിയോകളും ഒക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണേ. ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ അടുത്തത് അങ്ങനെ മോടെ റൂമിലോട്ടാണ് പോകുന്നത്. മോടെ റൂമെന്ന് വെച്ചാൽ മോളവിടെ കിടക്കത്തൊന്നുമില്ല, പക്ഷെ മോടെ റൂമാണത്. പകൽ മുഴുവൻ മോള അതിലായിരിക്കും. രാത്രിയാകുമ്പോൾ ഇങ്ങ് വരും. അവിടെയും ഞാൻ ആ ബെഡ്ഷീറ്റ് തന്നെയാണ് യൂസ് ചെയ്തത്. ആ ബെഡ്ഷീറ്റ് തന്നെ അതിൻ്റെ മണ്ടയ്ക്കൂടെ മൊത്തത്തിലൊന്ന് വിരിക്കുന്നുണ്ട്. എന്നിട്ട് ആ മുറിയിലും പ്രത്യേകിച്ച് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ്. ജനൽ ക്ലീൻ ചെയ്തു, ഫാൻ ക്ലീൻ ചെയ്തു, പിന്നെ മോടെ കസാരയും വാർഡ്രോബും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെയും പൊടിയെല്ലാം തട്ടിയതിന് ശേഷം ഒന്ന് തൂത്ത് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. നമ്മുടെ ഡോറൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട്. മോടെ സ്റ്റഡി ടേബിളാണേ അത് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് ഡോറും ക്ലീൻ ചെയ്ത് അങ്ങനെ ആ മുറിയിലെ കാര്യങ്ങളും എല്ലാം പെട്ടെന്ന് കഴിയുന്നുണ്ടേ. ഇനിയാണ് മക്കളെ എനിക്ക് ഏറ്റവും കൂടുതൽ സമയം വേണ്ട ഒരു സ്ഥലം. എനിക്ക് കിച്ചണാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത്. കിച്ചൺ ക്ലീൻ ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സമയം ആയതും. അതായത് പാത്രങ്ങളെല്ലാം പറക്കി അതെല്ലാം കഴുകി തുടച്ച് ഉണങ്ങിയതിന് ശേഷം വീണ്ടും അതെല്ലാം തിരിച്ച് വെച്ചിട്ടാണ് ക്ലീൻ ചെയ്തത്. ഈ കിച്ചണിൽ ഞാൻ ഗ്യാസ് സ്റ്റവ് ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കും. പിന്നെ നമ്മൾ പാകം ചെയ്യുന്ന ആഹാരങ്ങൾ അവിടെ കൊണ്ടുവെക്കും. പിന്നെ അപ്പുറത്തൊരു കൊച്ചു കിച്ചണുണ്ട്, ഗ്രില്ലിട്ടത്. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. അത് ഈ ഇപ്പം മഴ സമയമാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രില്ലായതുകൊണ്ട് എപ്പോഴും വെള്ളം അതിനകത്ത് അടിച്ച് കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്നും തുടച്ചേ പറ്റൂ. എന്നും എന്നല്ല, വൈകിട്ടും തുടയ്ക്കും, ചിലപ്പോൾ രാവിലെയും തുടയ്ക്കും. മോളുണ്ടെങ്കിൽ അത് വൈകിട്ടും രാവിലെയും തുടയ്ക്കണം. അതിനകത്ത് വെള്ളം അടിച്ചിങ്ങനെ കയറുന്നതുകൊണ്ട് ടൈൽ എപ്പോഴും തെന്നി ഇരിക്കും. അപ്പോൾ കുഞ്ഞ് നോക്കാതെ അവൾ ചാടി എപ്പോഴും അതിനകത്ത് ഇറങ്ങും. അങ്ങനെ അവൾ 2-3 പ്രാവശ്യം തെന്നിയതുമാണ്. അതുകൊണ്ട് ഞാൻ അവിടെ എപ്പോഴും ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് ഇന്ന് അവിടെ ക്ലീൻ ചെയ്യുന്നത് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ മോടെ പാവയെല്ലാം നമ്മൾ ഇവിടെയാണ് വെക്കുന്നത്. ആ റൂമിൽ ഒരുപാട് പാവയില്ല. എല്ലാം ഇവിടെ നമ്മൾ പാചകമൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ എപ്പോഴും വലിയ പൊടിയൊന്നും ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ പാവയെല്ലാം ഇവിടെ ആ മേളത്തെ തട്ടിലാണ് വെക്കുന്നത്. അപ്പം അടുക്കളയും അവിടെ കിടന്ന ആ കൊച്ചു മേശയൊക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട്. അങ്ങനെ എല്ലാം തുടച്ചെല്ലാം കഴിഞ്ഞ് ഫൈനലി എൻ്റെ അടുക്കള താണ്ടെ ഇങ്ങനെയായി. അടുക്കള മാത്രമല്ല, അടുക്കളയും നമ്മുടെ ബെഡ്റൂമും ഹാളും മോടെ റൂമും എല്ലാം ദാണ്ടെ ഇങ്ങനെയായി. എല്ലാം കഴിഞ്ഞിട്ട് ഈ റൂമും ഇതെല്ലാം ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു ലോങ് വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റ. എൻ്റെ വീഡിയോ ഇവിടെ തീരുകയാണ്.